കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും അതുപോലെ UPA ചെയർപേഴ്സണുമായിരുന്ന സോണിയാഗാന്ധിയുടെ പൗരത്വം ഏകപക്ഷീയമായി റദ്ദാക്കാനാണ് BJP സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ഏറെ നാളായി ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും പൗരത്വം റദ്ദാക്കാൻ വേണ്ടി എന്തെങ്കിലും കളികൾ കളിക്കാമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്നത്. കാരണം ഇവർ എക്കാലത്തും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഭീഷണിയായിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെയുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് ചേർത്ത വിഷയത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി സോണിയയ്ക്കും ഡൽഹി പോലീസിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായിട്ടുള്ള വികാസ് ത്രിപാഠി നൽകിയിരിക്കുന്ന ഹർജി നേരത്തെ തന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഭവ് ചൗരസ്യ തള്ളിക്കളഞ്ഞതാണ്. ഇതിനെതിരെ നൽകിയ അപ്പീലുണ്ട്. അത് സ്പെഷ്യൽ ജഡ്ജിയായ വിശാൽ ഗോഖ്നെയുടെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിനെതിരെയുള്ള അപ്പീൽ വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേസ് അടുത്ത വർഷം ജനുവരി 6-ാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്ന ആരോപണമാണ് വരുന്നത്. അതായത് സോണിയാഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കുക, പറ്റുമെങ്കിൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും റദ്ദാക്കുക. അതായത് അവരെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ പത്നിയായി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഈ രാജ്യത്തിന്റെ മകളായി പ്രവർത്തിക്കുകയാണ്. എത്രയോ കാലമായി ലോക്സഭയിൽ പ്രതിനിധിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന UPA ചെയർപേഴ്സണായിരുന്ന വ്യക്തി. അവരെ എങ്ങനെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കാം? അതിനുവേണ്ടിയുള്ള വ്യഗ്രതയാണ് അമിത്ഷായും സംഘവും കൃത്യമായി അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്കയെയോ തൊടാൻ കഴിയില്ലെന്ന് അമിത്ഷായ്ക്ക് നന്നായി അറിയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ പൗരത്വം എന്നത് അവരുടെ മൗലികാവകാശമാണ്. എന്നാൽ സോണിയയെ എങ്ങനെയെങ്കിലും തുരത്താമോ? സോണിയയുടെ പൗരത്വം റദ്ദാക്കാൻ ചില ഊഹാപോഹങ്ങൾ അവർക്ക് പടച്ചുവിടാം, ചില പുകമറ സൃഷ്ടിക്കാം. അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും ജീർണിതമായ വൃത്തികെട്ട കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് വിശ്വ ശർമ്മയാണ് ഈ ഐഡിയ കൃത്യമായി അമിത്ഷായ്ക്ക് പറഞ്ഞുകൊടുത്തത്. അസമിൽ ഗൗരവ് ഗൊഗോയുടെ ഭാര്യ അവർ ഇന്ത്യൻ പൗരത്വമുള്ള ആളല്ല, അവർക്ക് പാകിസ്ഥാനി പൗരത്വമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ അവർ ബ്രിട്ടീഷ് പൗരത്വം ഉള്ളവരാണ്. അതുപോലെ തന്നെയാണ് അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് വെർഷൻ ഇവിടെ അവലംബിക്കുന്നത്.